ചേട്ടാ, വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തിൽ തന്നെ കൊല്ലത്ത് നിന്നുള്ള പുതിയ വാർത്തകളാണ് വരുന്നത്. കൊല്ലത്ത് മുകേഷിന് സീറ്റില്ല. CPM കടുത്ത തീരുമാനങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. ഇപ്രാവശ്യം ഈ പറയുന്ന തോൽവി ഏറ്റുവാങ്ങാൻ സാധ്യമല്ല. എന്ത് പറ്റി CPM-ന്? പരാജയ ഭീതിയാണോ കൊല്ലത്ത്? അല്ല, കൊല്ലത്ത് മുകേഷിനെ ആദ്യം സ്ഥാനാർത്ഥിയാക്കുമ്പോൾ തന്നെ കൊല്ലത്തെ സാധാരണ പ്രവർത്തകർ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് മറ്റൊരു ഇമേജാണ് ഉള്ളത് സിനിമാ ഫീൽഡിൽ തന്നെ. ഇദ്ദേഹത്തിൻ്റെ ആ ഇമേജ് വെച്ചുകൊണ്ട് മത്സരിക്കുന്ന കാര്യം വളരെ പ്രയാസമാണെന്ന് സാധാരണ പ്രവർത്തകർ തന്നെ ഈ പേരിപ്പം CPM എന്ന് പറയുന്ന പാർട്ടി മുകളിൽ നിന്ന് കെട്ടിയിറക്കിയാണല്ലോ. കാര്യം തീരുമാനം മുകളിൽ നിന്ന് താഴേക്കാണല്ലോ വരുന്നത്. ആദ്യം താഴ്ന്ന അഭിപ്രായങ്ങൾ തേടും, എന്നിട്ട് മുകളിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയാണല്ലോ. അപ്പോൾ മുകളിൽ നിന്ന് ഈ അഭിപ്രായം വന്നപ്പോൾ തന്നെ സാധാരണ പ്രവർത്തകർ പറഞ്ഞിരുന്നു ഈ സാധനത്തിനെയൊക്കെ നമുക്ക് പണിയെടുത്ത് നമ്മൾ ചാവത്തേ ഉള്ളൂ, ജയിക്കാനുള്ള സാധ്യത കുറവാണെന്ന് പറഞ്ഞിരുന്നു. കാര്യം മുകേഷിൻ്റെ കുടുംബം എന്ന് പറയുന്നത് അവരുടെ അച്ഛൻ ഈ പറയുന്ന പോലെ O മാധവൻ, കൊല്ലം കാളിദാസ കലാകേന്ദ്രം, കൊല്ലം പോളയത്തോടാണ് ഇവരുടെ കുടുംബ വീടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർ CPI കുടുംബമാണ്. CPI കുടുംബത്തിലെ അദ്ദേഹം CPI കുടുംബത്തിലെ മുകേഷ് CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പറയുമ്പോൾ കൊല്ലത്തുകാർ തന്നെ ഇന്ന് മൂക്കത്ത് വിരൽ വെച്ചു, ഇദ്ദേഹം ഇങ്ങനെ അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ മത്സരിക്കും. അപ്പോൾ സാധാരണക്കാർ പണിയെടുത്താണ് ആദ്യത്തെ തവണ അദ്ദേഹം, വളരെ സാധാരണ പാർട്ടി പ്രവർത്തകർ ശരിക്കും പണിയെടുത്താണ് അദ്ദേഹം ജയിക്കുന്നത്. അന്ന് ആ ആദ്യത്തെ ടേം കഴിയാറാകുമ്പോൾ തന്നെ അദ്ദേഹം ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിന് ഒരു സാധാരണ ആരാധകൻ വിളിക്കുമ്പോൾ ആരാധകനോട് തിരിച്ച് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടല്ലോ. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ആ രണ്ടാമത്തെ തവണയും വീണ്ടും പണിയെടുക്കാനായിട്ട് ഈ പറയുന്ന പാർട്ടിയിലെ സാധാരണ കൊല്ലം എന്ന് പറയുന്ന ഇടത് കോട്ടയാണ്. തിരുവനന്തപുരം ഇടത് കോട്ടയല്ല. ഈ എപ്പോഴും വേണോ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്ന ആ ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. കൊല്ലം അങ്ങനെയല്ല. കശുവണ്ടി തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ഒക്കെ ഒരു സമൂഹമാണ് അവിടെ കൊല്ലത്തുള്ളത്. അപ്പോൾ അവിടെ ഈ പറയുന്ന രീതിയിൽ കൊല്ലം ടൗണിൽ പ്രതികരിക്കുന്ന ആ സ്ഥലത്ത് പിന്നെ ഇദ്ദേഹത്തിനെ നിർത്തുക എന്ന് പറയുന്നത് ആദ്യം തന്നെ എതിർത്തിരുന്നതാണ്. പലപ്പോഴും നമ്മൾ ഈ മുകേഷിനെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും വരുന്നത് മുകേഷിനെ എന്തുകൊണ്ട് നിർത്താൻ പറ്റില്ല, മുകേഷ് നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ലോക്സഭയിലേക്കും പരിഗണിക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ ഓപ്പോസിറ്റ് നിന്നിട്ടുണ്ടായിരുന്നത് പ്രേമചന്ദ്രൻ ആയിരുന്നു. എന്നിട്ട് പോലും മുകേഷിനെ അപ്പുറത്ത് നിർത്തുന്ന സമയത്ത് എന്തിനാണ് ഇദ്ദേഹം തോറ്റുപോകില്ലേ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ തോൽക്കാനാണ്, ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷേ തദ്ദേശം കഴിഞ്ഞതിന് ശേഷം ആ ധൈര്യമൊക്കെ ചോർന്നൊലിച്ചു പോകുന്നൊരവസ്ഥയാണ്. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായി ചിലയിടങ്ങളിൽ മാത്രമാണ് ഇപ്പൊ 3 MLA-മാർ അവിടെ വീണ്ടും മത്സരിക്കുന്നുണ്ട് കൊല്ലത്ത്. അല്ലാതെ ബാക്കി എല്ലാ സ്ഥലത്തും ഈ രീതിയിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ട ഒരാളെയും നിർത്തേണ്ടതില്ല എന്ന കടുത്ത തീരുമാനം CPM-ലേക്ക് വന്നത് ഈ പറയുന്ന തദ്ദേശത്തിന്റെ തോൽവി കൊണ്ട് തന്നെയാണോ? തീർച്ചയായിട്ടും തദ്ദേശത്തിലെ തോൽവി മാത്രമല്ല, ഇപ്പോൾ ആതിര പറഞ്ഞല്ലോ കൊല്ലത്തെ MP സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പ്രേമചന്ദ്രനെ പരനാറി എന്നൊരു പ്രയോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇത് CPM-നെ സംബന്ധിച്ച് CPM-ന് ഭാഷാ നിഘണ്ടുവിൽ, മലയാളം ഭാഷാ നിഘണ്ടുവിൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത പല പദപ്രയോഗങ്ങളും ഉള്ളൊരു പാർട്ടിയാണ്. കാരണം അവരുടെ വായിച്ചറിവും അവരുടെ കേൾവിയും അവരുടെ പദപ്രയോഗവും ഒക്കെ സത്യം പറഞ്ഞാൽ മലയാളം ഏറെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ. മലയാളം എന്ന് പറയുന്ന ഭാഷ നമ്മൾ അങ്ങനെ അടുത്തറിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നൊരു ഭാഷ എന്നാണ് എൻ്റെ വിചാരം. നമ്മൾ ഇന്ന് വരെ ഭാഷാ നിഘണ്ടുവിൽ കേൾക്കാത്ത പരനാറി, കുലംകുത്തി, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മൾ കേൾക്കണം. ഈ പരനാറി എന്ന പ്രയോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്ത് വന്ന് സംസാരിക്കുമ്പോൾ കൊല്ലം ഇടതുകോട്ടയിൽ അവിടുത്തെ ജനങ്ങൾ അന്ന് മനസ്സിൽ കരുതി ഈ പരനാറി പ്രയോഗം അവരുടെ നാട്ടിലെ ബാലഗോപാലിനെതിരെ പറയുമ്പോൾ അവർ ഇതിന് തിരിച്ച് മറുപടി കൊടുക്കുമെന്ന് എന്നോട് വളരെ CPM പാർട്ടിയിൽ തന്നെ എത്ര നാളുകൾ വർക്ക് ചെയ്യുന്നവർ പറയുന്നു. ആ പ്രയോഗമൊക്കെയാണ് അവരെ ഈ പറയുന്ന രീതിയിൽ ആരല്ല ബേബി വരെ മത്സരിച്ച് തോറ്റിട്ടുണ്ട്. അറിയാമോ? MA ബേബി, കൊല്ലത്തുകാരനായ MA ബേബി, കൊല്ലം സ്വദേശിയായ കടുത്ത CPM കോട്ടയിൽ നിന്ന് അദ്ദേഹം തോറ്റിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രയോഗം തന്നെയാണ് ഇപ്പോഴും അവർ എന്തുകൊണ്ട് പ്രേമചന്ദ്രനെ കൊല്ലംകാർ ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്. അദ്ദേഹത്തിന് RSP എന്ന് പറയുന്ന പാർട്ടിയിൽ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടങ്ങുന്നവർ തന്നെയാണ് പുറത്താക്കാൻ കളിച്ചത്. അപ്പോൾ ഈ പറയുന്ന പോലെ അന്നും പ്രേമചന്ദ്രനെ ഇത്രയും കുലംകുത്തി എന്നും പരനാറിയെന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് അത്രയും പരനാറി പ്രയോഗങ്ങൾ നടത്തിയത്. അദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന മുകേഷിനെ കിട്ടിയുള്ളൂ, വേറെ ആരെയും കിട്ടിയില്ല. അപ്പം അതിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രദേശത്ത് അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത അവരുടെ പ്രാദേശിക നേതാക്കളുണ്ട്, അവർ മത്സരിക്കട്ടെ. അല്ല, അതിനുള്ള ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും നേരത്തെ അവർക്ക് ഈ പറയുന്ന ബോധോദയം ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. CPM എന്ന പാർട്ടിക്ക് എപ്പോഴും അങ്ങനെയാണ്. അവര് കമ്പ്യൂട്ടറിന് പലയിടങ്ങളിൽ നിന്നും ഈ ഒരു അഭിപ്രായം കേട്ടിട്ടുണ്ട്. പ്രാദേശികപരമായി ഒരുപാട് അല്ലെങ്കിൽ ഈ പറയുന്ന CPM-ന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരെ തഴഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ പാർട്ടിയുമായി അടുത്ത ബന്ധം പുലർത്താത്ത ആൾക്കാരെയൊക്കെ പിടിച്ച് സീറ്റുകൾ കൊടുക്കുന്ന ഒരു രീതി. പക്ഷെ ആ രീതി ഇപ്രാവശ്യം CPM എടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ തീരുമാനത്തിലേക്കാണ് പാർട്ടി എത്തുന്നത്. അത് ഈ പറയുന്ന രീതിയിൽ അവരുടെ ഈ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം. അങ്ങനെയൊന്നും ജയിക്കാൻ പറ്റില്ല, പണിയെടുക്കാതെ ജനത്തിന് പറ്റിക്കാൻ കഴിയില്ല.
കാര്യം ഒരു തവണയല്ല മുകേഷിനെ അവർ കഷ്ടപ്പെട്ട് ജയിപ്പിച്ചത്, 2 തവണ ജയിപ്പിച്ചു അല്ലേ. ഇനി നമുക്ക് ബാക്കി ഇടങ്ങളിലൂടെ ഒന്ന് വരാം. മുകേഷിന്റെ കാര്യത്തിലാണെങ്കിൽ എസ് ജയമോഹൻ എന്ന് പറയുന്ന അവരുടെ ജില്ലാ സെക്രട്ടറി നിർത്താൻ പോവാണ്. ബാക്കി ചവറയിൽ സുജിത്ത് വിജയപിള്ളയാണ് മത്സരിക്കുന്നത്. ഷിബു ബേബി ജോണിന് വളരെയധികം പ്രതീക്ഷ ഇത്തവണ ഉണ്ട് അല്ലേ. ചവറയില് ഈ സുജിത്ത് വിജയപിള്ള എന്ന് പറയുന്നത്, വിജയപിള്ള എന്ന് പറയുന്ന അവിടുത്തെ ഒരു വലിയ നേതാവിൻ്റെ മകനാണ്. RSPയിൽ തന്നെ അവിടെ തന്നെയുള്ള ഒരു പ്രാദേശികനായ നേതാവാണ്. ചവറ എന്ന് പറയുമ്പോൾ ഈ ലത്തീൻ കമ്മ്യൂണിറ്റിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. സത്യത്തിൽ നമ്മൾ ഈ രാഷ്ട്രീയം നമ്മൾ പഠിക്കുന്നവർ അല്ലെങ്കിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർ ഞാനൊരിക്കലും ഈ സുജിത്ത് വിജയപിള്ള ജയിക്കുമെന്ന് ഞാനൊരിക്കലും കരുതില്ല. നമ്മളീ പറയുന്ന എല്ലാ മണ്ഡലങ്ങളും നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. ഈ സുജിത്ത് വിജയപിള്ള ജയിക്കുമെന്ന് ഒരു ധാരണ എനിക്കുണ്ടായിരുന്നില്ല. വളരെ തുലവും തുച്ഛ വോട്ടിനാണ് ആ ചെറുപ്പക്കാരൻ ജയിച്ചത്. പക്ഷേ ഇത്തവണ ഷിബു ബേബി ജോണിന് ജയിക്കാനാണ് സാധ്യത കൂടുതലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ സിറ്റിംഗ് MLA ആണ് സുജിത്ത് വിജയപിള്ള. നമ്മൾ പറഞ്ഞ സിറ്റിംഗ് MLA ഈ മുകേഷ് ഒഴികെ ബാക്കിയുള്ളവർ. ഇപ്പൊ ഇരവിപുരത്ത് നൌഷാദ് ഉണ്ട്. ഇരവിപുരത്ത് RSP 2 കീറാറ്റ് തല്ലി നടന്നുകൊണ്ടിരിക്കുക. അസീസും ബാച്ചും പ്രേമചന്ദ്രന്റെ മകൻ മത്സരിക്കണമെന്ന് ഒരു വിഭാഗം. അസീസ് ഈ പറയുന്ന പോലെ എത്രയെങ്കിലും നാള് മത്സരിച്ച് MLA ഒക്കെ ആയ ആളാണ്. RSP 2 കീറായപ്പോൾ അസീസ് അപ്പുറേക്ക് പോയതാണ്. പക്ഷെ ഇപ്പൊ അവിടെ തല്ല് നടക്കുന്നുണ്ട്. അവിടെ നൌഷാദ് മത്സരിക്കുമെന്ന് പറയുന്നു. ഈ ഇടകൊണ്ട് പടവെട്ടി ചിലപ്പോൾ നൌഷാദ് അവിടെ ജയിച്ചേക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ബാലഗോപാലിന്റെ കാര്യം, കൊട്ടാരക്കര. ബാലഗോപാല് നമുക്ക് പറയാൻ കഴിയില്ല. ബാലഗോപാലിനെ സംബന്ധിച്ച് നമുക്ക് കൊട്ടാരക്കരക്കാരായ നിരവധി സുഹൃത്തുക്കളും നമ്മുടെ തന്നെ സ്ഥാപനത്തിൽ കൊട്ടാരക്കരക്കാർ നിരവധി പേരുള്ളത് കൊണ്ടും അവർ തന്നെ പറയുന്നത് ബാലഗോപാൽ തീർച്ചയായിട്ടും തോക്കുമെന്നാണ്. നമ്മളെ പല സുഹൃത്തുക്കളുമായി നമ്മൾ കൊട്ടാരക്കരയോട് സംസാരിക്കുമ്പോൾ ഐഷ പോറ്റിയെ ഇത്തവണ രാഷ്ട്രീയത്തിന് അതീതമായി അവരെ ജയിപ്പിക്കാനുള്ള സർവ്വ സന്നാഹവും കോൺഗ്രസിന് മാത്രമല്ല സാധാരണക്കാർ തന്നെ പണിയെടുത്തവരെ ജയിപ്പിക്കുമെന്ന് പറയുന്നത്. പക്ഷെ അവിടെ CPMന് പ്രസ്റ്റീജ് വിഷയം തന്നെയായിരിക്കും. കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് ശേഷം ആര് എന്ന് CPM ഇടതു നേതൃത്വത്തിൽ ചിലപ്പോൾ ബാലഗോപാൽ ജയിക്കുകയാണെങ്കിൽ, പ്രതിപക്ഷത്തെ അവർ വരികയാണെങ്കിൽ ചിലപ്പോൾ ബാലഗോപാലായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന CPMകാരും ഉണ്ട്. അങ്ങനെയും പറയുന്നവരുണ്ട്. പൂർണ്ണമായി അപ്പൊ പിണറായി ഒരു സന്യാസവാസത്തിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് വിഷയം മാറണ്ട. കാര്യം ഇതുവരെയുള്ളത് കഴിഞ്ഞ ദിവസം 2 ദിവസത്തിന് മുന്നേ എനിക്ക് തോന്നുന്നു പിണറായി മാത്രമല്ല ഇപ്പൊ ഒഴിവാക്കപ്പെട്ട മുകേഷ് ഉൾപ്പെടെയുള്ള ഒഴിവാക്കപ്പെട്ട ഒരു പിടി MLA-മാരുണ്ട്. അല്ലെങ്കിൽ അത്രയധികം ഈ പറയുന്ന CPMന് പണ്ട് മുഖം നോക്കാതെ സീറ്റുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാരെയൊക്കെ ഇപ്രാവശ്യം മുഖം നോക്കി തന്നെ പിടിച്ചു മാറ്റി നിർത്തുന്നതാണ്. അപ്പൊ ഈ ആൾക്കാരെല്ലാം ഒരുമിച്ചൊരു സന്യാസവാസത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണോ CPM കടക്കുന്നത്? ഇതിനകത്തുള്ള വിഷയം എന്നറിയോ, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഈ വരട്ട് തത്വവാദമുണ്ട്. അവർ ഈ പൊതുജനത്തിന്റെ താല്പര്യമൊന്നും നോക്കില്ല. അവരങ്ങ് നിശ്ചയിക്കും, അവരങ്ങോട്ട് പടച്ചു വിട്ടിട്ട് അങ്ങോട്ട് പുറത്തിറക്കി കൊടുക്കും. അവർക്കെപ്പോഴും അവരുടെ പാർട്ടിക്കകത്തുള്ളവർ അവരുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. ഇപ്പൊ VSനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പൊതുജനത്തിന്റെ താല്പര്യമായിരുന്നു. ഈ പ്രകടനം നടത്തിയവരൊന്നും പാർട്ടിക്കാരൊന്നും അല്ലെന്ന് പച്ചയ്ക്ക് അവർ പറയുമ്പോൾ പാർട്ടിക്കാർ എത്രയോ പേര് ആ പ്രകടനത്തിലുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ ഈ പറയുന്ന പോലെ ഇവർ അടിച്ചേൽപ്പിക്കുന്നതെല്ലാം സ്വീകരിക്കുന്ന ഒരു ആ കാലാവസ്ഥ പോയി എന്ന് അവർക്ക് സ്വയം ബോധ്യമാവുകയാണ്. ആ കാലാവസ്ഥ പോയി. സാർ ഇങ്ങനെ അങ്ങ് അടിച്ചേൽപ്പിച്ചാലൊന്നും നടക്കില്ല സാർ എന്ന് അവരുടെ അണികൾ തന്നെ മുകളിലോട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങനെയൊന്നും നടക്കില്ല. അതുകൊണ്ട് മുകേഷിനെ കെട്ടിയിറക്കിയാലോ. ഇപ്പൊ മുകേഷിന്റെ കഥ പറയുന്ന പോലെ മറ്റൊരു ജില്ലയാണ് പത്തനംതിട്ട. അത് നമുക്ക് അടുത്തൊരു വിഷയത്തിൽ നമുക്ക് സംസാരിക്കാം. അപ്പൊ ഇങ്ങനെ കെട്ടിയിറക്കലുകളെയൊന്നും ചുമക്കാൻ സ്വന്തം പാർട്ടിക്കാർ തയ്യാറാവൂല. ചേട്ടൻ ആദ്യം പറഞ്ഞ പോലെ കൊല്ലം എന്ന് പറയുന്നത് CPMനോട് വളരെ കൊല്ലത്തെ CPI RSP എന്ന് പറയുന്ന ഒരു പാർട്ടി നമ്മൾ കളിയാറ്റി പറയും. RSP എന്ന് പറയുന്ന പാർട്ടി കൊല്ലം മുതൽ തിരുവനന്തപുരത്ത് പേട്ട വരേ ഉള്ളൂ. കേരളത്തിൽ വേറെ ഒരിടത്തുമില്ല. തിരുവനന്തപുരത്ത് പേട്ട വരേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് RSP അത്ര കണ്ട് മോശമൊന്നുമില്ല. ഷിബു ബേബി ജോണിന്റെ അച്ഛൻ ബേബി ജോൺ എന്നൊക്കെ പറയുന്ന നയനാരുമായി അത്രയും അടുത്ത് നിന്ന CPMുമായി അടുത്ത് നിന്ന തൊഴിലാളി വർഗ പാർട്ടിയാണ്. അപ്പൊ തൊഴിലാളി വർഗത്തിന്റെ സാധാരണക്കാരന്റെ പാർട്ടിയായ കൊല്ലത്ത് എന്താണ് തൊഴിലാളി വർഗം, എന്താണ് സാധാരണക്കാർ എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരാളിനെ 2 ടേം ജയിപ്പിച്ചു വിട്ടവരാണ് അവര്. ഇനി വയ്യ എന്ന് തലയെ പൊറുക്കാൻ വയ്യാതെ അവരെ അറിയിച്ചു. ഈ പറയുന്ന രീതിയിൽ കൊല്ലത്ത് ഈ രാഷ്ട്രീയം കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇപ്രാവശ്യം എല്ലാ മണ്ഡലങ്ങളിലും നിർത്തുന്നത്. ഈ പറയുന്ന ജയസാധ്യത അല്ലെങ്കിൽ അത് ഉറപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ മാത്രമേ നിർത്തുന്നുള്ളൂ. പ്രതിരോധിക്കാൻ വയ്യ, കഷ്ടപ്പെട്ട് മെഴുകി അവരുടെ പ്രതിച്ഛായ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇനി മത്സരിക്കാനുള്ള രീതി റിപ്പോർട്ട് വന്നു. മുകേഷ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഇത് മുകേഷിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ലേ. മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തത് മുകേഷ് അതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്ന് എന്നിട്ടും അദ്ദേഹം MLA അവിടെ ഇരിപ്പുണ്ടല്ലോ അല്ലെ. മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അവർ കാണിച്ച ഒരു ഉത്സുകത മുകേഷിന്റെ കാര്യത്തിൽ അവരുടെ പാർട്ടിയിൽ MLA ആയതുകൊണ്ടാണോ മുകേഷിനോട് അവർ ഇത്രയും ഉത്സുകത കാണിച്ചത്? മാങ്കൂട്ടത്തിനെ അവർ എന്തൊക്കെയാണ് കാട്ടിയെന്നൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇതും തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവർക്കൊരു മറ്റേ അളവുകോലുണ്ടല്ലോ.
അവരുടെ അളവുകോലില്ലേ? അവർക്ക് തന്നെ ജഡ്ജസ്, അവർക്ക് തന്നെ അന്വേഷണ കമ്മിറ്റി, അവർക്ക് തന്നെ അളവുകോല്, തീവ്രതയുടെ അളവുകോല്. ഹേമ കമ്മിറ്റി തന്നെ മുകേഷ്, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷം അല്ലെങ്കിൽ മുകേഷിനെ കുറിച്ച് സാധാരണക്കാർക്ക് അറിയില്ല എന്ന് ഈ പാർട്ടി അത്ര വിഡ്ഢിസ്വർഗത്തിലാണോ ഈ പാർട്ടി ജീവിക്കുന്നത്? മുകേഷ് മോശക്കാരനാണെന്ന് നമ്മളാരുമല്ല. തന്നെ ബോധോദയം ഉണ്ടായില്ല, ഇനി മുകേഷിനെ ബോധമൊന്നും ഇനി ഉണ്ടാകില്ല. അതിന് ഇതൊക്കെ പറയുന്നത്, ഈ ബോധം ഉണ്ടാകുന്നതൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ഒരു താല്പര്യത്തിനനുസരിച്ച് ചിലപ്പോൾ ഇങ്ങനെ അങ്ങ് പോകും. ചിലപ്പോൾ ഈ ബോധം അറിഞ്ഞുകൊണ്ട് തന്നെ പോകുന്ന ഒരു സമയം നമ്മൾ ജീവിച്ചിരിക്കണമെങ്കിൽ നമുക്ക് വീണ്ടും കാണേണ്ടി വരും. അതാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്.